പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. രാവിലെ ലക്ഷ്മി എഴുന്നേറ്റ് നേരത്തെ ജോലിയൊക്കെ ചെയ്ത് തീർത്തു. ശ്രീധരൻ കിടക്കുന്ന റൂമിന് മുന്നിലേക്ക് വരുമ്പോൾ അവൾക്ക് ദേഷ്യവും മടുപ്പും തോന്നി. ഏറ്റവും വൃത്തിഹീനമായാണ് അയാൾ ആ മുറി ഉപയോഗിച്ചിരിക്കുന്നത്. ഉടുത്തിരിക്കുന്ന മുണ്ടും മറ്റുമൊക്കെ അങ്ങിങ്ങായി പറിച്ചു കിടക്കുന്നു. അവൾ അകത്തേക്ക് എത്തി നോക്കി. മുഖം ഒന്ന് ചുളിച്ചുകൊണ്ട് കതകിനെ വലിച്ചടച്ചു. പുറത്തെ ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. ലക്ഷ്മി ഉള്ളതിൽ നല്ലൊരു ഡ്രസ്സിട്ട് പുറത്തേക്ക് ഇറങ്ങി. തൊഴിലുറപ്പിന് ചെല്ലില്ലെന്ന് ജയമാമിയോട് നേരത്തെ പറഞ്ഞിരുന്നു. ബസ് കയറി നേരെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തി. ഡോക്ടർ സാമുവലിനെയാണ് ആദ്യം പോയി കണ്ടത്. ഡോക്ടറോട് അവൾ വന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അമ്മയ്ക്കിപ്പോൾ ഭേദമായില്ലേ ഡോക്ടർ? എങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അനിയൻ ഹോസ്റ്റലിലാണ്. വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനവും സന്തോഷവുമായിരിക്കും. അമ്മയ്ക്ക് അസുഖം ഭേദമായ സ്ഥിതിക്ക് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. തൻ്റെ മുന്നിലിരുന്ന് പറയുന്ന പെൺകുട്ടിയെ ഡോക്ടർ സൂക്ഷിച്ചു നോക്കി. അമ്മയുടെ അസുഖം ഭേദമായി. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനും സമയമായി. എന്തായാലും ഒരാഴ്ച കൂടി ഇവിടെ കിടക്കട്ടെ. അതിനുശേഷം ലക്ഷ്മിക്ക് അമ്മയെ ധൈര്യമായി കൂടെ കൂട്ടാം. അത് കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എങ്കിൽ പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം. ഡോക്ടറോട് സംസാരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഡോക്ടർ അവളെ തന്നെ നോക്കി. പഴയ ലക്ഷ്മിയിൽ നിന്നും അവൾ ഒരുപാട് മാറിപ്പോയി. ഡോക്ടർ ഫോൺ എടുത്ത് ആദിയെ വിളിച്ചു. ലക്ഷ്മി അമ്മയെ കൂട്ടാൻ ഹോസ്പിറ്റലിൽ വന്ന കാര്യമൊക്കെ പറഞ്ഞു. ധൈര്യമായി അമ്മയെ അവളോടൊപ്പം പറഞ്ഞു വിടാം ഡോക്ടർ. ഇപ്പോൾ അവൾ പഴയ ലക്ഷ്മി അല്ലെന്ന് ഡോക്ടർക്കും എന്നെപ്പോലെ മനസ്സിലായി കാണുമല്ലോ. ആദി പറയുമ്പോൾ ഡോക്ടർ അത് ശരിവെച്ചു. അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ യോഗയും മെഡിറ്റേഷനും കഴിഞ്ഞ് റൂമിലിരിക്കുകയാണ്. ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ മുറിക്കുള്ളിൽ. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ അമ്മ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്തോ ആലോചിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ലക്ഷ്മി ചെന്നിരുന്നു. ലക്ഷ്മിയെ കണ്ടപ്പോൾ ആ മുഖം വിടർന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നോട്ടം പുറത്തേക്കായി. ഉണ്ണിക്കുട്ടനെയാണ് അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ണിക്കുട്ടനെയും കൂട്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ അന്വേഷണം. അവൻ വന്നില്ലമ്മേ. ഹോസ്റ്റലിലല്ലേ, എപ്പോഴും അവധി കിട്ടില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ്. ആദ്യം ഒന്ന് മടിച്ചു, പറയണമോ വേണ്ടയോ എന്ന്. ലക്ഷ്മി ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അനുവാദം കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് അമ്മയോട് അച്ഛൻ വന്നതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയത്. അമ്മ, അച്ഛൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലുണ്ട്. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. എനിക്കെന്തോ വല്ലാത്ത പേടിയും വെപ്രാളവുമാണ്. അമ്മ എന്നോടൊപ്പം വീട്ടിലേക്ക് വരുമോ? അമ്മ കൂടി എൻ്റെ ഒപ്പം വന്നതിന് ശേഷം ഉണ്ണിക്കുട്ടനെ കൂടെ കൂട്ടാം. പഴയതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച്. അത് പറയുമ്പോൾ അമ്മ അവളെ മുഖമുയർത്തി നോക്കി. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം അമ്മയുടെ സങ്കടം എന്താണെന്ന്. ബാലേച്ചിയല്ലേ? ചെയ്തുപോയ തെറ്റിനൊക്കെ ഞാൻ ചേച്ചിയോട് മാപ്പ് പറയാം. എന്നിട്ട് തിരികെ വീട്ടിലേക്ക് വിളിക്കാം. അതിന് സുമ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇരുവർക്കും അറിയാം ഇനി ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലേക്ക് ബാല കടന്നു വരില്ലെന്ന്. അമ്മ എൻ്റെ ഒപ്പം വരുമോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സുമ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അല്പനേരം കാത്തിരുന്നിട്ടും അമ്മയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കിട്ടാതെ ആയപ്പോൾ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ ഇറങ്ങട്ടെ അമ്മ? പിന്തിരിങ്ങി ഞാൻ തുടങ്ങിയവളുടെ കയ്യിൽ സുമ ചേർത്ത് പിടിച്ചു. പൊട്ടിക്കരച്ചിലോടുകൂടി ലക്ഷ്മി അവരുടെ മാറിലേക്ക് പറ്റിച്ചേർന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പൊന്നുമംഗലത്തേക്കാണ് ലക്ഷ്മി വന്നത്. അവിടെ വന്ന ബാലയെയും മംഗളത്തമ്മയെയും കണ്ട് ഹോസ്റ്റലിൽ പോയി അമ്മയെ കണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ എന്ത് സമാധാനവും സന്തോഷവുമാണെന്നറിയാമോ ചേച്ചി? ചേച്ചിയോടും ഉണ്ണിക്കുട്ടനോടും അമ്മയോടും ഒക്കെ ചെയ്തു പോയ തെറ്റിന് ഞാനിപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറയില്ലേ ലക്ഷ്മി. ആദിയേട്ടൻ ഹൈദരാബാദിന് പോയിരിക്കുകയാണ് മോളെ. പോയി വന്ന ശേഷം വീട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നാൽ പോരെ? ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. വല്ലാത്ത ശല്യമാണ് ചേച്ചി. എനിക്കതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയെ കൂടെ കൂട്ടണം. അമ്മ കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായിരിക്കും. എന്തായാലും
തിങ്കളാഴ്ച അമ്മയുടെ ഡിസ്ചാർജ് നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനിടയ്ക്ക് ചെറിയ ചില പണിയൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കാം. അതിനുശേഷം അമ്മയെയും ഹോസ്റ്റലിൽ നിന്ന് ഉണ്ണിക്കുട്ടനെയും കൂടെ കൂട്ടണം. അപ്പോൾ ചേച്ചി ഞങ്ങളോടൊപ്പം താമസിക്കാൻ വരില്ലേ? പ്രതീക്ഷയോടുകൂടി ലക്ഷ്മി ചോദിക്കുമ്പോൾ ബാല അവളുടെ മുഖത്തേക്ക് നോക്കി. അവളോട് എതിർത്തൊന്നും പറയാതെ ആ കവിളുകളിൽ പതിയെ തലോടി വിട്ടു ബാല. എനിക്കറിയാം ചേച്ചിക്ക് കഴിഞ്ഞതൊക്കെ മറക്കാൻ കഴിയില്ലെന്ന്. ഞാൻ നിർബന്ധിക്കില്ല. മോളെ, നീ അയാളെ സൂക്ഷിക്കണം. വിശ്വസിക്കരുത്. ഇപ്പോൾ എനിക്ക് അയാളെ ഭയമാണ്. അയാൾ ഉള്ളതുകൊണ്ടല്ലേ ജയമാമി പോലും അവിടേക്ക് വരാത്തത്. എന്തൊക്കെയോ ഓർത്ത് ബാല പറഞ്ഞു. അച്ചുവേട്ടൻ വന്നോട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ കൂട്ടി വരാം. വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് കുറച്ചധിക സമയം പൊന്നുമംഗലത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മി തിരികെ വീട്ടിലേക്ക് പോയത്. പതിവ് പോലെ ജയമാമിയുടെ അടുത്ത് കയറി ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ട വിശേഷമൊക്കെ അവൾ പറഞ്ഞു. നീ സൂക്ഷിക്കണം മോളെ അയാളെ. ഇന്ന് പതിവില്ലാതെ ഏതോ ഓട്ടോറിക്ഷയിൽ ഏതോ പെണ്ണുമായി എന്തൊക്കെയോ ഇടപാടാണെന്ന് തൊഴിലുറപ്പിന് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആരൊക്കെയോ പറയുകയുണ്ടായി. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്റെ തീരുമാനം തന്നെയാണ് നല്ലത്. സുമയെ എത്രയും പെട്ടെന്ന് കൂടെ കൂട്ടണം. അതാകുമ്പോൾ സമാധാനമുണ്ടാകുമല്ലോ. ആരൊക്കെയോ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ സ്ത്രീകൾ ആരുമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട. നമ്മൾ സ്വയം ഒന്ന് സൂക്ഷിക്കണം. മാമി അത് കരുതി പറഞ്ഞതാണ് നിന്നോട്. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നി. ആ വീട്ടിലേക്ക് കയറാൻ പോലും തോന്നിയില്ല. ഏത് സമയത്താണോ അയാളെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ തോന്നിയത്, ആ നിമിഷത്തെ അവൾ പഴിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മറത്തെ കൈവരിയിൽ ഇരിപ്പുണ്ട്. ശ്രീധരൻ അവളെ കണ്ടപ്പോൾ തന്നെ ദേഷ്യത്തിൽ ചവിട്ടി കുലുക്കി താഴേക്ക് ഇറങ്ങി. എവിടെ പോയി ചത്തു കിടക്കുകയായിരുന്നടി? തോന്നിയോസം കാട്ടി നടക്കാൻ ഇവിടെ പറ്റില്ല ഇതൊന്നും. ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ പോയതാണ്. നിന്റെ തള്ളയുടെ ഭ്രാന്ത് കുറവുണ്ടോ? ഇപ്പോൾ എന്താ അവളെ കാണാതെ നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യം? കണ്ടോമാരുടെ കൂടെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആവശ്യത്തിനധികം ശ്രീധരൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരത്തിന് ലക്ഷ്മി നിന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്നായി അവൾക്ക്. രാത്രിയിൽ അത്താഴം കഴിച്ച് മുറിക്കകത്തേക്ക് കയറി ഭദ്രമായി കതകൊക്കെ കുറ്റിയിട്ടാണ് അവൾ കിടന്നത്. രാവിലെ ലക്ഷ്മി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ശ്രീധരൻ എവിടേക്കോ പോയിരുന്നു. അവൾ പെട്ടെന്ന് ജോലികളെല്ലാം ഒതുക്കി വീടും അടിച്ചുവാരി വൃത്തിയാക്കി ജയമാമിയെയും കൂട്ടി പൊന്നുമംഗലത്തേക്ക് പോയി. പതിവില്ലാതെ ജയമാമിയുമായി വരുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ കാര്യമായി എന്തോ ഉണ്ടെന്ന് ബാലയ്ക്ക് മനസ്സിലായി. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കയറി വരുന്നവളെ കണ്ടപ്പോൾ നെഞ്ചിലാകെ വെപ്രാളമായി. പടികൾ ഓടിയാണ് ബാല പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ മോളെ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ തന്നെ പേടിയാണ് ചേച്ചി. അച്ഛൻ്റെ സ്വഭാവം വല്ലാതെ മാറിപ്പോയി. പണ്ട് ഞാൻ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ എന്നെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത്. എനിക്കിപ്പോൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി സമ്മതിക്കുമോ? ഞാൻ ഹോസ്റ്റലിൽ പോയി ഉണ്ണിക്കുട്ടനെ കൂട്ടി എൻ്റെ ഒപ്പം നിർത്തിക്കോട്ടെ. അവനെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. ലക്ഷ്മിയുടെ കരച്ചിലും പറച്ചിലും ഒക്കെ ആയപ്പോൾ ബാലയും അതിനെക്കുറിച്ച് ഇന്നലെ മുതൽ ചിന്തിക്കുകയായിരുന്നു. ആഹാ, രണ്ടുപേരെയും പുറത്ത് തന്നെ നിർത്തിയിരിക്കുകയാണോ മോളെ? അവരെ അകത്തേക്ക് വിളിക്കു ബാല. മംഗലത്തമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന് ബാലയോട് ചോദിക്കുമ്പോൾ, അയ്യോ അമ്മേ, ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. എല്ലാവരും അകത്തേക്ക് വാ. അവൾ വേഗം എല്ലാവരെയും അകത്തേക്ക് കയറ്റി. മൊബൈൽ എടുത്തുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് മാറി നിന്നു. അപ്പോഴേക്കും മംഗലത്തമ്മയും ജയിയും ലക്ഷ്മിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. 1-2 തവണ റിങ് ചെയ്തതിന് ശേഷമാണ് ആദ്യ കോൾ അറ്റൻഡ് ചെയ്തത്. ഫോൺ എടുത്ത പാടെ ബാലയുടെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള ശബ്ദമാണ് അവൻ കേട്ടത്. എന്താ ബാല, എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? അച്ചുവേട്ടാ, ലക്ഷ്മി ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് ആ വീട്ടിൽ തനിയെ താമസിക്കാൻ പേടിയാണെന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ബാല അവളോട്, അമ്മ വരുന്നത് വരെ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറയാൻ. അച്ചുവേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവളോട് അത് പറയുകയും ചെയ്തു. പക്ഷേ അവൾ ഇവിടെ നിൽക്കില്ല അച്ചുവേട്ടാ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ബാല? അവൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ഹരിയോട് പറയണോ? അത് മാത്രം പോരാ അച്ചുവേട്ടാ. ലക്ഷ്മി ചോദിക്കുന്നത് ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ പോയി വിളിച്ച് വീട്ടിൽ നിർത്തട്ടെ എന്നാണ്. അതിനവൾക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോടി? അവൾ കാരണമാണ് ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിലേക്ക് പോയത്. ആ വിഷമമാണ് അവൾ അങ്ങനെ ഒരു ചോദ്യത്തിൽ എത്തിച്ചത്. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയി വിളിച്ചാൽ അവൻ കൂടെ വരുമെങ്കിൽ അത് നല്ലതല്ലേ? ഞാനും കൂടി പോകുന്നുണ്ട് അവനെ കൂട്ടാൻ. ബാല പറയുമ്പോൾ ആദ്യം അത് കേട്ടു.
ഉണ്ണിക്കുട്ടനെ കൂട്ടാൻ ഹോസ്റ്റലിൽ പോകുന്ന കാര്യം വരെ ഓക്കെ, പക്ഷേ അവനെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നീ പോകണ്ട. കാരണം നിന്നെ കാണുമ്പോൾ അയാൾ വെറുതെ ഇരിക്കില്ല. അയാളുടെ മുന്നിലേക്ക് നീ പോകണ്ട ബാല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി അച്ചുവേട്ടാ. ഹോസ്റ്റലിൽ പോയി ഉണ്ണിക്കുട്ടനെ വിളിക്കുന്നത് വരെ മാത്രമേ ഞാനുള്ളൂ. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. അത് മതി. എന്തായാലും ഒരു 2 ദിവസം, അതുകൂടി കഴിയുമ്പോൾ ഞാൻ അങ്ങെത്തും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി അവൾ പുറത്തേക്ക് വന്നു. നിങ്ങളിരിക്ക്, ഞാൻ വേഗം പോയി വേഷം മാറി വരാം. നമുക്ക് ഒരുമിച്ച് ഉണ്ണിക്കുട്ടനെ കൂട്ടാൻ ഹോസ്റ്റലിലേക്ക് പോകാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ കമലം പുറത്തേക്ക് ഇറങ്ങി വന്ന് കുടിക്കാനുള്ളതെല്ലാം അവർക്ക് കൊടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ജയയെ കണ്ട സന്തോഷത്തിൽ കമലം അല്പനേരം അവളുമായി സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ബാല വേഷം മാറി വന്നു. 3 പേരും കൂടി ഒരു ഓട്ടോയിലാണ് ഹോസ്റ്റലിലേക്ക് പോയത്. ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിലായിരുന്നു. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചത് ബാലയാണ്. അതിനുശേഷം അവൾ സ്കൂളിലേക്ക് പോയി. പ്രിൻസിപ്പളിനോട് സംസാരിച്ചതിന് ശേഷം കാത്തു നിൽക്കുമ്പോഴാണ് ഉണ്ണിക്കുട്ടൻ വന്നത്. ലക്ഷ്മി നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ണിക്കുട്ടന് ചിലപ്പോൾ അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ ബാലേച്ചി, ചേച്ചി എന്താ ഇങ്ങോട്ട്? ആദ്യേട്ടൻ വന്നില്ലേ? ഒറ്റയ്ക്കാണോ? അവളുടെ ചുറ്റും നോക്കിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. ആദ്യേട്ടൻ ഹൈദരാബാദ് ഇരിക്കുകയാണ് മോനെ. ആദ്യേട്ടൻ ഹൈദരാബാദിന് പോയിരിക്കുകയാണ് മോനെ. അവനെയും കൂട്ടി തൊട്ടടുത്തുള്ള മരച്ചുവട്ടിലേക്ക് നടന്നുകൊണ്ട് ബാല കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ണിക്കുട്ടന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ ബാലയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ വരാൻ ചേച്ചി. എനിക്കറിയാം ലക്ഷ്മി ചേച്ചിയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വരാം. ചേച്ചി തന്നെയാണ് പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പഴയ നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ തിരികെ വരാനും. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് തിരികെ കിട്ടും. പക്ഷേ അപ്പോഴും ചേച്ചി അങ്ങോട്ട് വരണ്ട. എത്ര പക്വതയോടുകൂടിയാണ് ഉണ്ണിക്കുട്ടൻ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ബാലയ്ക്ക് സങ്കടം വന്നു. ചേച്ചിക്ക് മോനോടും അമ്മയോടും ലക്ഷ്മിയോടും ഒപ്പം താമസിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അയാളുള്ളപ്പോൾ ഇനി ആ വീട്ടിൽ ചേച്ചിക്ക് പഴയതുപോലെ പറ്റില്ല. വേണ്ട, ചേച്ചി അവിടേക്ക് വരണ്ട. അച്ഛനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ലക്ഷ്മി ചേച്ചി എത്രമാത്രം ഭയന്നിട്ടായിരിക്കും ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ചേച്ചി വരണ്ട. എന്നാൽ മോൻ പോയി വേഗം ബാഗും എടുത്തു വാ. ചേച്ചി പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ മേട്ടറിനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാലും ലക്ഷ്മി ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ ഇത്രയും നാൾ വേണ്ടി വന്നു അല്ലേ ബാലേച്ചി? നമ്മുടെ അമ്മ മെൻ്റൽ ഹോസ്പിറ്റൽ വരെ എത്തേണ്ടിയും വന്നു. അത് പറയുമ്പോൾ ബാലയ്ക്കും വേദന തോന്നി. മോന് പേടിയുണ്ടോ? എന്തിന്? എനിക്കിപ്പോൾ പേടിയില്ല ചേച്ചി. 2 പേരും കൂടി ഹോസ്റ്റലിൽ എത്തുമ്പോൾ അവിടെ ജയയും ലക്ഷ്മിയും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ ഫോർമാലിറ്റീസൊക്കെ ഇതിനിടയിൽ തന്നെ ആദ്യം വിളിച്ച് മേട്രനുമായി സംസാരിച്ചിരുന്നു. 1 വർഷത്തേക്ക് വേണ്ട അവരുടെ എല്ലാ പേയ്മെൻറ്റും അവൻ നേരത്തെ തന്നെ അടച്ചിരുന്നു. സാധനങ്ങളെല്ലാം ഓട്ടോയിൽ കയറ്റി എല്ലാവരും തിരികെ എത്തുമ്പോഴേക്കും സമയം ഏകദേശം 6 മണിയോടായി. പൊന്നുമംഗലത്ത് ബാലയെ ഇറക്കുമ്പോൾ ലക്ഷ്മി ഉണ്ണിക്കുട്ടനും വിഷമമായി. പക്ഷേ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കാനും കഴിയില്ല. ഇനിയും ഞങ്ങൾ കാരണം ബാലേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് അവർ 2 പേരും ആഗ്രഹിച്ചു. ജയയെ വീട്ടിലേക്ക് ഇറക്കിയിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്നതായിരുന്നു 2 പേരുടെയും ചിന്തയിൽ മുഴുവനും. എന്നാൽ 2 പേരും വീടെത്തുമ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ടു. ജീപ്പിൽ ചാരി നിൽക്കുന്ന ഹരീഷിനെ കൂടി കണ്ടപ്പോൾ ലക്ഷ്മിക്കും ഉണ്ണിക്കുട്ടനും കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. തുടരും രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്രപ്രിയ എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെയും എൻ്റെ സ്റ്റോറീസാണ്.